വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി സുമംഗല. ജീവിതത്തിൽ വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള സങ്കല്പമായിരിക്കും ഉയർച്ചയെക്കുറിച്ചുണ്ടാവുക. ഏതു വിധത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരും അവശ്യം ഉപേക്ഷിച്ചിരിക്കേണ്ട ഒരു 6 ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന ഈ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കൂ. ഷഡ്ദോഷ പുരുഷേണേഹ ഹാതവ്യ ഭൂതിമിച്ഛത നിദ്ര തന്ത്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത. നിദ്ര, തന്ത്ര അതായത് മടി, ഭയം, ക്രോധം, ആലസ്യം, ദീർഘസൂത്രത എന്നീ 6 ദോഷങ്ങളാണ് ഐശ്വര്യം ആഗ്രഹിക്കുന്ന മനുഷ്യനാൽ ഉപേക്ഷിക്കപ്പെടേണ്ടത്. നിദ്രയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ശരീരത്തിന് വിശ്രമം ലഭിക്കുവാനാണ് ഉറക്കം. ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിന് നിശ്ചിത സമയം ഉറക്കവും വിശ്രമവും വിനോദവും മിതമായ ഭക്ഷണവും ഒക്കെ ആവശ്യമാണെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹേ അർജുന, ആഹാരത്തിലും വിഹാരത്തിലും സ്വപ്നത്തിലും ഉണർവിലും കർമ്മചേഷ്ടകളിലും മിതത്വം പാലിക്കുന്നവന് യോഗം ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ ആവശ്യത്തിൽ കൂടുതലുള്ള ഉറക്കവും അസമയത്തുള്ള ഉറക്കവും ദോഷമാണ്. അത് ശരീരത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കും. നമ്മിലെ തമോ ഗുണത്തെ വളർത്തി ഒരുതരം ആലസ്യപൂർണമായ ഭാവത്തെയും അനാരോഗ്യത്തെയും ഉണ്ടാക്കും. അടുത്തതായി തന്ത്ര. മാനസികമായി ഒരുതരം മന്ദതയാണ് മടി തന്നെ. ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാതെ കിടന്നും വ്രതാ വ്യാപാരങ്ങൾ ചെയ്തുമെല്ലാം സമയം തള്ളി നീക്കുന്നത് തന്ത്രതയുടെ ലക്ഷണമാണ്. ഭയമാണ് അടുത്തതായി പറഞ്ഞിരിക്കുന്നത്. അഭി അഥവാ നിർഭയത്വം, അഭയം എന്ന വാക്ക് അടിക്കടി ഉപയോഗിച്ചു കാണുന്ന ലോകത്തിലെ ഒരേ ഒരു സാഹിത്യം ഉപനിഷത്തുക്കളാണ്. നമ്മുടെ ശാസ്ത്രം നമ്മോട് ഉപദേശിക്കുന്നത് നിർഭയരാകൂ എന്നാണ്. അപകട സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നറിയിപ്പ് തരുന്നതിന് പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു മാനസിക സംവിധാനമാണ് ഭയം. അപകട സാഹചര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഭയം അസ്തമിക്കണം. അല്ലാതായാൽ ജീവിതത്തെ മൊത്തത്തിൽ വലിയ പ്രശ്നമായി അത് തീരും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രയാസങ്ങളും എല്ലാം വിദഗ്ധമായി നേരിട്ട് മുന്നേറുന്നവർക്കേ ജീവിതമെന്ന യുദ്ധഭൂമിയിൽ വിജയമുള്ളൂ എന്നാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത്. മമത മൂലമുണ്ടായ സ്വജനാസക്തി കാരണം ധർമാചരണത്തിൽ പകച്ചുപോയ അർജുനനെ കർമ്മധീരനാക്കുന്ന ഭഗവാന്റെ വരികൾ പ്രസിദ്ധമാണ്. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോക്തിഷ്ഠ പരന്തപ. ഹേ അർജുന, ക്ഷുദ്രമായ ഈ ഹൃദയ ദൗർബല്യത്തെ കൈവെടിഞ്ഞ് കർമ്മനിരതനാകൂ. നിത്യപ്രഭയാർന്ന ഭാരതത്തിലാണ് നാം പിറന്നത്. ധീരതയും സഹനശക്തിയും ധർമ്മനിഷ്ഠയും ഉണ്ടായിരുന്ന യോദ്ധാക്കളുടെ ധൈര്യവും അജയ്യതയുമുള്ള പിന്തുടർച്ചക്കാരാണ് നമ്മൾ എന്ന ഒരു തോന്നൽ മതി ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ തൂത്തെറിയാൻ. മറ്റൊരു ദോഷം ക്രോധമാണ്. കാമക്രോധ ലോഭങ്ങൾ നരകത്തിലേക്കുള്ള 3 കവാടങ്ങളാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. കാമം അല്ലെങ്കിൽ നമ്മുടെ ഒരാഗ്രഹം തടസ്സപ്പെടുമ്പോഴാണ് ക്രോധമുണ്ടാകുന്നത്. ക്രോധം വിവേകത്തെ നഷ്ടപ്പെടുത്തുന്നു. വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരിതെറ്റുകളെ വേർതിരിക്കാൻ കഴിയാത്ത വിധം ബുദ്ധി ശത്രുവായി പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, അത് നമ്മെ അനിയന്ത്രിതമായി പ്രതികരിക്കുന്ന വിധം ഭ്രാന്തന്മാരാക്കി തീർക്കുന്നു. ക്രോധത്തിനടിമപ്പെട്ടാൽ നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റാർക്കെങ്കിലും ക്ലേശമുണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാനാകാത്ത വിധം നാം മൂഢരായി തീരുന്നു. പിന്നെ സർവനാശം സംഭവിക്കുന്നു. ഭഗവാൻ ഇത് ഭഗവത്ഗീതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷൂപജായതേ സംഘാത് സംജായതേ കാമാ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. ആലസ്യത്തെയാണ് തുടർന്ന് പറയുന്നത്. ഒന്നിലും ഒരു കാര്യഗൗരവവും നൽകാതെ മന്ദനായും മടിയനായും കഴിയുന്നതിനെയാണ് ആലസ്യം എന്ന് പറയുന്നത്. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ രിപു നാസ്ത്യുദ്യമ സമോ ബന്ധു യം കൃത്വാ നാവസീദതി. ശാരീരിക തലത്തിൽ പൊതുവെ കാണുന്ന ഒരു ദോഷമാണ് ആലസ്യം. ശരീരപ്രയത്നം പരമാവധി ചുരുക്കാനാണ് ഇക്കൂട്ടർ ഇഷ്ടപ്പെടുക. തുടർന്ന് പറയുന്നത് ദീർഘസൂത്രതയെയാണ്. ഇപ്പോൾ ചെയ്യുവാനുള്ള പ്രവൃത്തികൾ പിന്നേക്ക് മാറ്റിവെക്കുന്ന പ്രകൃതത്തിനാണ് ദീർഘസൂത്രതയെന്ന് പറയുന്നത്. നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന 6 ശത്രുക്കളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇതിനെ വേരോടെ പിഴുതെറിഞ്ഞ് ജീവിത വിജയം കൈവരിക്കുവാൻ പരമേശ്വരൻ നമ്മെ തുണയ്ക്കട്ടെ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി സുമംഗല.